UN Dikari. Hi guys! So, നമ്മൾ ഇന്ന് നിഫ്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നിഫ്റ്റ് അല്ലെങ്കിൽ NIFT. അപ്പോൾ NIFT എന്ന് പറയാനേ. അപ്പോൾ ഞാൻ കണ്ണൂർ NIFTയിലാണ് പഠിക്കുന്നത്. അവിടെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് ആവാൻ പോകണു. എന്നുവെച്ചാൽ ഒരു ജോലിയും കൂടി ഉണ്ട്. ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറാണ് ഞാൻ. അപ്പോൾ സെക്കൻഡ് ഇയർ മുതലാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് കയറാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ എല്ലാ എൻട്രൻസ് എക്സാം എഴുതി കിട്ടുന്ന ആ ഒരു സബ്ജക്റ്റ് അനുസരിച്ച് നമ്മുടെ ഫൗണ്ടേഷനിലായിരിക്കും. ഫൗണ്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ FC എന്ന് പറഞ്ഞാൽ ഫാഷൻ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ 16 കോളേജസാണ്, ഇന്ത്യയിൽ തന്നെ 16 കോളേജസാണ് നമുക്കുള്ളത്. അതിനകത്ത് ഒരെണ്ണം നമുക്ക് കേരളത്തിലുള്ളത് കണ്ണൂരാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റ് ബാംഗ്ലൂർ, നിഫ്റ്റ് ഡൽഹി, നിഫ്റ്റ് ജോധ്പൂർ, ചെന്നൈ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം എഴുതിയിട്ട് മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ഒന്നും ഇല്ല കേട്ടോ. കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്, മാനേജ്മെൻറ്റ് സീറ്റ് ഒന്നും ഇല്ല. നമുക്ക് എൻട്രൻസ് എക്സാം എഴുതി തന്നെ നമ്മൾ ഈ കോളേജിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ പറയാനുള്ളത്, നമുക്ക് +2 കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഒരു 23 വയസ്സ് വരെ നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് 23 വയസ്സ് വരെയാണ്. ഈ കൊല്ലം വരും അങ്ങനെയായിരുന്നു. ചേഞ്ചസ് ഒന്നുമില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനൊരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ടെക് ഉണ്ട്. അപ്പോൾ BFT ആൻഡ് BDES അങ്ങനെയാണ്. നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ BDES അല്ലെങ്കിൽ BFT അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. നമുക്ക് BDES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FC ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, FD ഫാഷൻ ഡിസൈനിങ്, KD നിറ്റ്വെയർ ഡിസൈനിങ്, TD ടെക്സ്റ്റൈൽ ഡിസൈനിങ്. ഇത്രയുമാണ് നമുക്ക് ഉള്ളത്. BFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഫാഷൻ ടെക്നോളജി, അത്രേ ഉള്ളൂ. നമുക്ക് അവർക്കാണെങ്കിൽ നമ്മൾ +2 ഒരു ബയോമാക്സോ കമ്പ്യൂട്ടർ സയൻസോ ഉള്ളവരായിരിക്കാം ഈ എക്സാമിന് നമുക്ക് കിട്ടുള്ളൂ. ഈ എക്സാമിന് നമുക്ക് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് ഏത് ചെയ്തിട്ടുള്ളതായിരിക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചേരാൻ പറ്റും. അല്ല, എക്സാമിന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് 2 എക്സാംസാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്സിൽ 2 എക്സാമാണ്, CAT, GAT, ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഫസ്റ്റ് നമുക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റിനെ പറ്റി പറയാം. കാരണം BF ടെക്കിനും ഡിസൈൻ സ്റ്റുഡൻസിനും നമുക്ക് GAT ആണുള്ളത്. ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് GK, ഒരു 10ാം ക്ലാസ്സിലും +2 ഇച്ചിരി പഠിച്ച മാത്സുകളൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് അത്ര വലിയ പ്രൂവ് ചെയ്യേണ്ടതൊന്നുമല്ല. ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, നമുക്ക് അത് ചെറുതായിട്ടൊന്ന് നോക്കി സോൾവ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷനോട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടൊരു ബുക്ക് ഇല്ല, നമുക്ക് നിഫ്റ്റിന് വേണ്ടിയിട്ടൊരു ബുക്കില്ല. ഓക്കെ, സോ അതാണ് നമുക്ക് ജനറൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് BF ടെക്കിന് അത് മാത്രമേ ഉള്ളൂ. ഇവർ രക്ഷപ്പെട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടി. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമുക്കൊരു 3.5 ലക്ഷത്തോളം പിള്ളേർ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണ്, ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമാണ്. സോ ഡിസൈൻ സ്റ്റുഡൻസിന് 6,500 റാങ്ക് എടുക്കുന്നുണ്ടോ, 6,000 മാക്സിമം തോന്നുന്നു. 6,000 വരെയുള്ള സ്റ്റുഡൻസിന് മീൻസ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ അത്രയും പിള്ളേർക്ക് കിട്ടുള്ളൂ. അതുപോലെ പക്ഷേ നമ്മുടെ BF ടെക്കാർ കുറച്ച് കഷ്ടമാണ്, 2,000 പിള്ളേർക്കാണ് ഇത് കിട്ടുന്നത്. 2,000 വരെ റാങ്ക് നോക്കുന്നു. അപ്പോൾ കുറച്ച് ടൈറ്റാണ് ഇവരെങ്കിലും നമുക്കിത് കിട്ടാനായിട്ട് അത്യാവശ്യം എളുപ്പമാണ്. ഇവർക്ക് BF ടെക്ക് ഒരുപാട് പേര് എഴുതുന്നുണ്ടോ എന്ന് നമുക്ക് ഡൗട്ടാണ്. കുറച്ചല്ല, 1 ലക്ഷം പിള്ളേരൊക്കെ എഴുതുന്നുണ്ടാവും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇവരുടെ കാര്യം നമ്മൾ കഴിഞ്ഞു, BF ടെക്കിൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഡിസൈൻകാർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കാറ്റോ അങ്ങനെ CAT എന്ന് പറയാം. ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റാണ്. ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. വരയ്ക്കാൻ അറിയാവുന്നവരായിരിക്കും എന്തായാലും നമ്മൾ ഈ ഒരു ഫാഷൻ ടെക്നോളജി ഈ ഒരു NIFT എഴുതാൻ വന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്നവർ ആണെങ്കിൽ നിങ്ങളൊന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും പേരുടെ കൂടെ നമുക്ക് മത്സരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകാൻ തന്നെയാണെന്ന് പറയണം. നമ്മുടെ കഴിവ് അടിപൊളിയാക്കാൻ ഇന്ന് മുതൽ നമുക്കിപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. ക്രിയേറ്റീവ് ഡിസൈൻ തിയറീസ്
പിന്നെ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ, പ്രിൻസിപ്പിൾ ഓഫ് കോമ്പോസിഷനൊക്കെ പഠിക്കുക, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പഠിക്കുക. പിന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ പഠിക്കുക. ഇതൊക്കെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇതിനകത്ത് സിമ്പിളായിട്ട് ഞാൻ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. നമുക്കൊരു എന്താ പറയുക, സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ വിരിഞ്ഞ് വരുന്നത് 3-4 ചിത്രങ്ങളായിട്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ബേസിക് ഷേപ്സ് വെച്ച് ഒരു കമ്പ്യൂട്ടറോ അങ്ങനെ ഒന്ന് വരയ്ക്കുക. അങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളിത് വരച്ച് നമ്മൾ സെറ്റാവണം. നമ്മൾ ഡീറ്റെയിലിങ്ങും നമ്മൾ വൃത്തി നീറ്റ്നെസ്സും ഒക്കെ അവർ നോക്കും. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് ഈ ഒരു എക്സാമിനുള്ളത്. പക്ഷെ നമ്മുടെ ഡിസൈൻകാർക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് GAT CAT കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. നമുക്ക് സിറ്റുവേഷൻ ടെസ്റ്റ് ഉണ്ട്. സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ അതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D മോഡൽസ് ഉണ്ടാക്കാൻ പഠിക്കുക. ക്ലേ മോഡൽസ് നമുക്ക് പണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ക്രാഫ്റ്റ് അങ്ങനെയാണ്. അതുപോലെ തന്നെ ആ സംഭവം തന്നെ 3D മോഡൽസ് ഉണ്ടാക്കാൻ പഠിക്കുക. ബേസിക്സ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഒരു കാര്യമുണ്ട്. ബേസിക് ഷേപ്പില്ലേ, അതൊക്കെ നമ്മൾ 3D മോഡലായിട്ട് ഉണ്ടാക്കുന്നത് പഠിച്ചു വെച്ചോ. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അത് യൂട്യൂബിലും ഉണ്ടാവും, ഗൂഗിളിലും ഉണ്ടാവും. നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് ഉണ്ടാക്കി എന്നെ പഠിക്കുക. അറിയാവുന്നവരാണെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അത് ചെയ്യാൻ നോക്കുക. സിമ്പിളാണ്, നമുക്ക് കിട്ടും. മെറ്റീരിയൽസൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. നമ്മളൊന്ന് ചെയ്താൽ മതി. ചെയ്ത് നമുക്ക് ഇത് സിറ്റുവേഷൻ ടെസ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗായ്സ് നമ്മൾ നിഫ്റ്റ് സ്റ്റുഡൻ്റ് ആയി. പിന്നെ നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അലോട്ട് ചെയ്യും. മീൻസ് നമ്മൾ കോളേജൊക്കെ ഇതൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ അപേക്ഷയെല്ലാം അയച്ച് കാത്തിരുന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അങ്ങനെ കുറേയൊക്കെ വരും. എന്നിട്ട് നമുക്ക് ഗവൺമെൻറ് തീരുമാനിക്കുന്ന കോളേജിലല്ലേ നമുക്ക് കിട്ടാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് സിറ്റുവേഷൻ ടെസ്റ്റിന് കിട്ടിയെന്ന് നമുക്ക് മെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയത് കണ്ണൂരായിരുന്നു കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആരും പറഞ്ഞൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ചെന്നിട്ട് എൻ്റെ റാങ്കിനനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ചെന്നൈയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടെ അസ്വരി ഡിസൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്നപ്പോൾ സീറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു വലിയ നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിഫ്റ്റ് NIFTനെ പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി നമ്മുടെ ചാനൽ. അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ Instagram ID കൊടുക്കാം. ഒന്ന് വന്ന് ചോദിച്ചാൽ മതി. ഞാൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞുതരാം നിഫ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ബൈ.